ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പുതിയ വാർത്തകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 2023 ISL മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 26 പോയിന്റുകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്ത്. 24 പോയിന്റുകൾ വീതമുള്ള ഗോവയും ഒഡീഷയുമാണ് 2-3 സ്ഥാനങ്ങളിൽ. ഒരു വിജയം പോലും നേടാൻ കഴിയാത്ത ഹൈദരാബാദാണ് ഏറ്റവും അവസാന സ്ഥാനത്ത്. മാച്ച് വീക്ക് 12 ടീം ഓഫ് ദ വീക്ക് ISL പുറത്തുവിട്ടു. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മിലോസ് ഡ്രിഞ്ചിച്ച്, മാർക്കോ ലെസ്കോവിച്ച്, മുഹമ്മദ് അസർ, ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്നിവർ ഇടം നേടി. മാത്രമല്ല ടീം ഓഫ് ദ വീക്കിന്റെ ഹെഡ് കോച്ച് ഇവാൻ വുക്കുമനോവിച്ചും ആണ്. മാച്ച് വീക്ക് 12 ഫാൻസ് ഗോൾ ഓഫ് ദ വീക്ക് പുരസ്കാരത്തിന് വേണ്ടി മത്സരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, ഒഡീഷയുടെ റോയ് കൃഷ്ണ, ജംഷഡ്പൂരിന്റെ റൈ തച്ചിക്കാവ, മുംബൈ സിറ്റിയുടെ ലാലിൻസുവാല ചാങ്ഡെ, ഗുർക്രത് സിംഗ് എന്നിവർ ആണ്. സീസണിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ 7 ഗോളുകൾ നേടിയ ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് ഒന്നാമത്. 7 ഗോളുകൾ തന്നെ നേടിയ ഒഡീഷയുടെ റോയ് കൃഷ്ണയാണ് രണ്ടാമത്. സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് വഴിയൊരുക്കിയത് ചെന്നൈയിൻ താരമായ റാഫേൽ ക്രിവെല്ലാരയാണ്. 5 അസിസ്റ്റാണ് ക്രിവെല്ലാരോ നൽകിയിരിക്കുന്നത്. 4 അസിസ്റ്റുകൾ നൽകിയ ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ ലൂണയാണ് രണ്ടാമത്. ഗോൾഡൻ ഗ്ലൗ റേസിൽ 6 ക്ലീൻഷീറ്റുകൾ നേടിയ ഗോവയുടെ അർഷദീപ് സിംഗ് ആണ് ഒന്നാമത്. 6 ക്ലീൻഷീറ്റുകൾ തന്നെയുള്ള ഒഡീഷയുടെ അമരീന്ദർ സിംഗ് ആണ് രണ്ടാമത്. ISL ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയ താരമായി മാറി റോയ് കൃഷ്ണ. 49 ഗോളുകളും 24 അസിസ്റ്റുകളും ഉൾപ്പെടെ 73 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് താരത്തിന്റെ പേരിൽ ഉള്ളത്. രണ്ടാം സ്ഥാനത്ത് ബർത്തലോമിയെ ഓഗ്ബെച്ചയാണ്. സ്പാനിഷ് സെൻട്രൽ ബാക്കായ ആൽബർട്ടോ ബോട്ടിയ എന്ന താരത്തെ സൈൻ ചെയ്യാൻ ചെന്നൈയിൻ, ബംഗളൂരു എന്നീ ക്ലബ്ബുകൾ ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. ജനുവരിയിൽ അർമാൻഡോ സാദിഖുവിന് പകരമായി ബംഗ്ലാദേശി ക്ലബ്ബായ ബസുന്ധര കിങ്സിന്റെ ബ്രസീലിയൻ താരം റോബിനോയെ കൊണ്ടുവരാൻ മോഹൻ ബഗാൻ. എന്നാൽ ഇതൊരു ലോൺ ഡീൽ ആയിരിക്കുമെന്നാണ് സൂചന. സീസണിന്റെ അവസാനം സ്പാനിഷ് സെൻട്രൽ ബാക്കായ ഹെക്ടർ യൂസ്റ്റെ മോഹൻ ബഗാൻ വിടുമെന്ന് ഉറപ്പായി. താരത്തിന് പകരം ഒരു മികച്ച പ്രൊഫൈൽ ഉള്ള താരത്തിനെ കൊണ്ടുവരാനാണ് മോഹൻ ബഗാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈദരാബാദിന്റെ മിഡ്ഫീൽഡറായ സാഹിൽ ടവോറയെ കൊണ്ടുവരാൻ മോഹൻ ബഗാൻ താൽപ്പര്യപ്പെടുന്നുവെന്ന് റിപ്പോർട്ട്. താരത്തിനായി ഹൈദരാബാദിനെ മോഹൻ ബഗാൻ സമീപിച്ചുവെന്നാണ് വാർത്ത. മുംബൈ സിറ്റി മിഡ്ഫീൽഡർ വിനീത് റായ് ചെന്നൈയിൻ FC പോകുമെന്ന് വാർത്ത. ജനുവരിയിൽ താരത്തിനെ കൊണ്ടുവരാൻ ചെന്നൈയിൻ ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മുൻ സ്പാനിഷ് നാഷണൽ ടീം സ്ട്രൈക്കർ ആയിരുന്ന ഒരു താരത്തിനെ കൊണ്ടുവരാൻ ഒരുങ്ങി ഈസ്റ്റ് ബംഗാൾ. ഹാവിയർ സിവേരയ്ക്ക് പകരമായാണ് ഒരു പുതിയ സ്ട്രൈക്കർ വരുന്നത്. ഗോവയുടെ ഗോൾ കീപ്പർ ബീരജ് സിംഗിനെ സൈൻ ചെയ്യാൻ നോർത്ത് ഈസ്റ്റ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. എന്നാൽ താരത്തിനായി നോർത്ത് ഈസ്റ്റ് ട്രാൻസ്ഫർ ഫീ നൽകേണ്ടതായി വരും. ഇതിനായി ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. നോർത്ത് ഈസ്റ്റ് താരം ഇബ്സൺ മിലോ ജനുവരിയിൽ ക്ലബ്ബ് വിടും. താരവും ഹെഡ് കോച്ചുമായുള്ള ബന്ധം മോശമായെന്നാണ് വാർത്ത. പുറത്താക്കിയ സ്കോട്ട് കൂപ്പറിന് പകരമായി ഇന്ത്യക്കാരൻ ഖാലിദ് ജമീലിനെ ഹെഡ് കോച്ചായി നിയമിച്ച് ജംഷഡ്പൂർ.